എല്ലാവർക്കും മാതാവിൻ്റെ അനുഗ്രഹം കൂടെ ഉണ്ടായിരിക്കട്ടെ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് മാതാവ് എനിക്ക് പഠിപ്പിച്ച ഒരു പാഠം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാനാണ്. എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും, നമ്മൾ പ്രാർത്ഥന ഒരിക്കലും മുടക്കരുത് എന്നാണല്ലോ. പക്ഷേ എൻ്റെ ഒരു സിറ്റുവേഷൻ വന്ന സമയത്ത് ഞാൻ അറിഞ്ഞുകൊണ്ടല്ല, അറിയാതെ നമ്മൾ ഏതോ ഒരു സാഹചര്യത്തിൽ പ്രാർത്ഥന എന്നിൽ നിന്ന് അങ്ങ് അകന്നു പോയി. എന്നാൽ പ്രാർത്ഥന ഉണ്ട്, പക്ഷെ അതിനകത്തൊരു ഡീപ്പ് വന്നില്ല. അങ്ങനെ പ്രാർത്ഥനയിൽ നിന്ന് അകന്നു പോയപ്പോൾ ദൈവമാതാവായിട്ട് നമ്മളെ ഓർമ്മിപ്പിക്കുകയല്ലേ, എൻ്റെ കുഞ്ഞൻ നീ ഇങ്ങനെ പ്രാർത്ഥനയിൽ നിന്ന് മാറിപ്പോയി എന്നുള്ളത്. അതിനുവേണ്ടി മാതാവ് എനിക്ക് തന്ന ഒരു പരീക്ഷണം എന്ന് തന്നെ പറയാം. അങ്ങനെ ഒരു പരീക്ഷണം മാതാവ് എനിക്ക് തന്നു. അതിനെപ്പറ്റിയാണ് ഇന്ന് പറയുന്നത്. ഞാൻ മാതാവിൻ്റെ അടുത്തേക്ക് തിരിച്ചു വരാൻ വേണ്ടി മാതാവ് എനിക്ക് നൽകിയ കുറച്ച് സൂചനകളായിരുന്നു. ഒന്ന്, എൻ്റെ മാമൻ, മമ്മിയുടെ ബ്രദറിൻ്റെ പെട്ടെന്നൊരു നടുവ് വെട്ടിയിട്ട് അനങ്ങാൻ പോലും പറ്റാത്ത കിടപ്പിലാവുന്നൊരവസ്ഥയായിപ്പോയി. അതൊന്ന്. അത് കഴിഞ്ഞ് രണ്ടാമതായിട്ട് എനിക്ക് വന്നു ഒരെണ്ണം, ഒരു തലവേദന പോലെ, ഒരു ഭയങ്കര അസുഖം പോലെ. എനിക്ക് സഹിക്കാൻ പറ്റുന്നതിനപ്പുറമായിരുന്നു ആ തലവേദന. അങ്ങനെ ഒരു ബുദ്ധിമുട്ടാണ് എനിക്ക് ഈ കഴിഞ്ഞിടയ്ക്ക് കുറച്ച് ദിവസങ്ങളായിട്ട് ഞാൻ നേരിട്ടുകൊണ്ടിരിക്കുമായിരുന്നു. അങ്ങനെ ഈ മാമൻ്റെ ഈ ഒരു സംഭവം, എനിക്ക് ഈ തലവേദനയുടെ സംഭവം വന്ന് എല്ലാം കഴിഞ്ഞപ്പോഴാണ് എനിക്ക് പെട്ടെന്ന് കത്തിയത്, ഞാനിങ്ങനെ പ്രാർത്ഥന എനിക്ക് കുറവായല്ലോ എൻ്റെ ഈശോയെ എന്ന്. പിന്നെ ഞാനൊന്നും നോക്കിയില്ല, എൻ്റെ മാതാവിനെ എനിക്ക് വീണ്ടും ഞാനൊരു ഉടമ്പടി എടുത്തു. പിന്നെയും പ്രാർത്ഥിക്കാൻ തുടങ്ങി എന്നൊരു തെളിവാണ് പിറ്റേ ദിവസം തൊട്ട് എനിക്ക് ആ തലവേദനയ്ക്ക് ആശ്വാസമായി. ആ തലവേദന എനിക്ക് വരുന്നില്ല, അത് കുറവായി. ആ ഒരു ശക്തിയും, തലവേദന വന്നാൽ തന്നെ അത് അത്ര സിവിയർ ആയിട്ടുള്ളൊരു തലവേദന അല്ല ഇപ്പോൾ വരുന്നത്. അത് മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ട് മാത്രം മാറിക്കിട്ടിയതാണ്. അതുകൊണ്ട് ഞാൻ പറഞ്ഞു വരുന്നത് വേറെ ഒന്നുമല്ല, നമ്മൾ പ്രാർത്ഥനയിൽ നമ്മൾ മനുഷ്യരാണ്. അപ്പോൾ പ്രാർത്ഥനയിലൊക്കെ നമുക്ക് മുടങ്ങിപ്പോവുകയൊക്കെ ചെയ്യാം. പക്ഷേ അതങ്ങനെ മുടങ്ങാതെ നമ്മളായിട്ട് ശ്രദ്ധിച്ച്, എൻ്റെ ഭാഗത്ത് നിന്ന് വന്നൊരു മിസ്റ്റേക്കാണത്. അപ്പോൾ നിങ്ങൾ പ്രാർത്ഥനയെ മുറുകെ പിടിക്കണം. എന്തൊക്കെ വന്നാലും പ്രാർത്ഥനയെ കൈവെടിയരുത്. അപ്പോൾ ഇനി മാതാവ് എനിക്ക് തന്ന അനുഗ്രഹമായിട്ട് അടുത്തൊരു വീഡിയോ ഞാൻ വരുന്ന. അപ്പോൾ ബൈ.